അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നെയിം ഈറ്റിംഗ് ചലഞ്ചുമായിട്ട് വരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നെയിം ഈറ്റിംഗ് ചലഞ്ചാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ വരുന്നത് ടി ആണ്. ടീക്ക് വേണ്ടി ഞാൻ എടുത്തത് ടൈഗർ ബിസ്ക്കറ്റാണ്. ഈ ടൈഗർ ബിസ്ക്കറ്റ് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ, പക്ഷെ എന്നാലും ടീക്ക് വേണ്ടി കഴിക്കണമല്ലോ. ഇനി അടുത്തത് വരുന്നത് എച്ച് ആണ്. എച്ചിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ഹോർലിക്സ് ആണ്. ഹോർലിക്സ് പിന്നെ പൊതുവേ എനിക്ക് കുറച്ചൊക്കെ ഇഷ്ടമാണ്. ഈ ഹോർലിക്സിനൊന്നും ഇപ്പോൾ പഴയ പോലെ ടേസ്റ്റ് ഇല്ല. ഇനിയിപ്പോൾ എൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്ക് അറിയൂല്ല. ഇനിയിപ്പോൾ എന്തായാലും എച്ച് കഴിക്കണമല്ലോ, കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മുടെ അടുത്ത ലെറ്റർ വരുന്നത് എ ആണ് കേട്ടോ. എ എന്ന് പറയുമ്പോൾ ഞാൻ അരിമുറുക്കാണ് കഴിക്കണത്. ഇത് അരി കൊണ്ടുണ്ടാക്കിയ മുറുക്കാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ, പച്ച കളറൊക്കെ ആയിട്ട്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടേ. അടുത്ത ലെറ്റർ വരുന്നത് എന്നാണ്. എന്നിന് വേണ്ടി ഞാൻ എടുത്തത് നബാട്ടിയാണ്. നബാട്ടി പൊതുവേ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ അത് കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വായിലിടുമ്പോഴേക്ക് അലിഞ്ഞു പോകുന്നുണ്ടായിരുന്നു, അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അടുത്ത ലെറ്റർ വരുന്നത് വി ആണ്. വിക്ക് വേണ്ടി ഞാൻ എടുത്തത് ഒരു വാനില ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. അപ്പം ഞാനൊരു ബോൾ ഐസ്ക്രീം വാങ്ങിച്ചു, കഴിച്ചു നോക്കി, അതും ടേസ്റ്റാണ്. ഐസ്ക്രീമിൻ്റെ കാര്യം പിന്നെ പറയാനില്ലല്ലോ, ഐസ്ക്രീം ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഞാനും ഒരു ഐസ്ക്രീം പ്രേമിയാണ് കേട്ടോ. അടുത്ത ലെറ്റർ വരുന്നത് ഐ ആണ്. ഐക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ഐസാണ്. ഇത് ഗ്രേപ്സിൻ്റെ ഐസായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു പുളിയൊക്കെ ആയിട്ട്. പൊതുവേ ഈ ഐസ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഐയും തിന്നു. അങ്ങനെ നമ്മുടെ ലെറ്ററുകളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ കഴിച്ചത് തൻവീനയാണ്. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.